മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ ആലോചിക്കുന്നു മനുവിനായിട്ട് കഴക്കൂട്ടത്തേക്ക് പോണതും എന്ത് എന്ത് കാര്യത്തിനുണ്ടാ നിൻ്റെ മുത്തശ്ശൻ അവിടെ പോയി ഹോം നഴ്സിനെ തപ്പിയെടുക്കുന്നത്, ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ, ഇതെന്തോ കാര്യങ്ങൾ കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അറിയില്ല. എന്തായാലും മുത്തശ്ശന് ബ്രിജിത്ത മമ്മി എന്ന് പറഞ്ഞ സ്ത്രീയായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നു, ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ ഒന്ന് കരവറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷം അലീന വന്നതും അലീനനായിട്ട് തിരിച്ചു പോരുമ്പോൾ സ്നേഹ നികേതനം ഏറ്റെടുത്ത് നടത്തണമെന്ന് പറയുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുന്നതാണ്. അതുപോലെ തന്നെ അലീനനെ പറഞ്ഞയക്കാൻ പോയ സമയത്ത് തട്ടിപ്പ് നടത്തിയിട്ട് പറഞ്ഞയക്കാൻ പോയ സമയത്ത് മനു വരുന്നതും മനു രക്ഷിക്കുന്നതും അങ്ങനെ ബാലേന്ദ്രൻ സോറി മോളെ എന്നൊക്കെ പറഞ്ഞ് തലോടുന്നതൊക്കെ അങ്ങനെ അയാൾക്കെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ തലയ്ക്ക് വീണ്ടും വട്ട് പോലെയായി. അങ്ങനെ അയാൾ വിചാരിക്കുന്ന ഒന്നും അറിയണ്ടായിരുന്നു, മനസ്സിൻ്റെ സമനില തെറ്റി എന്നൊക്കെ. ആ സമയത്ത് വൈജയന്തിയുടെ ഫോൺ വരുന്നുണ്ട്. വൈജയന്തി എന്തായാലും വൈജ കോളിംഗ് എന്ന് പറഞ്ഞ് വരുന്നത് എടുക്കുന്നില്ല, കട്ട് ചെയ്യുന്നു. 2-3 തവണ വിളിക്കും, കട്ട് ചെയ്യുന്നുണ്ട്. അയാളിങ്ങനെ അലക്ഷ്യമായി എവിടേക്കോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന മാമച്ചായനും ഗ്രേസാമയും അവശതയായിട്ട് കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റണില്ല. അപ്പോഴത്തേക്കും ജോസൂട്ടി അങ്ങോട്ട് വന്നു. എന്താ കാറിൽ നിന്ന് ഇറങ്ങണില്ലേ? വയ്യടാ. അപ്പോൾ ജോസൂട്ടിയോട് പറയുന്നുണ്ട് ഗ്രേസാമ്മ, 400 കിലോമീറ്റർ അല്ലേ ഓടിയത്, ഇറങ്ങാൻ പോലും വയ്യാന്ന് പറയും. ഓടിയതല്ല, ഞാൻ ഓടിച്ചതെന്ന് മാമച്ചായനും പറയും. അങ്ങനെയെങ്കിൽ അങ്ങനെ അങ്ങനെ രേവതിക്കുട്ടി ഇറങ്ങും. ഇവൾക്കൊരു കുലുക്കമില്ല, ഇവൾക്കൊരു ക്ഷീണവും ഇല്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ക്ഷീണം ഇളക്കണ മെഷീൻ എടുത്തിട്ടുണ്ടെന്ന് നോക്ക് എന്ന് പറയും. അപ്പോൾ ഗ്രേസാമ്മ പറയണ്ട, നീ വഴക്കുണ്ടാക്കാൻ നിൽക്കാണ്ട് പോയി ഭക്ഷണം എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാടാ, ഞങ്ങൾക്ക് ഇനി ഒന്നും ഉണ്ടാക്കാൻ വയ്യാന്ന് പറയും. അപ്പോൾ എന്താ മേടിക്കണ്ടേന്ന് ചോദിക്കും. എനിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോളാൻ പറയും. കാറിൽ നിന്ന് ഇറങ്ങ്, നീ ജീപ്പിൽ പോയാൽ മതി. പറ്റില്ല, കാറിന് തന്നെ പോകണം, കാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊക്കെ എനിക്ക് അറിയണം. പിന്നെ പത്തനംതിട്ട തുടങ്ങി ഇവിടം വരെ വണ്ടി ഓടിച്ചിട്ട് കാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാടാന്ന് പറയും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നാളെ എനിക്ക് കുറ്റാവും, ഇറങ്ങാൻ പറയും. അങ്ങനെ അവരിറങ്ങും. വീണ്ടും പാർസൽ വാങ്ങാൻ വേണ്ടി ജോസൂട്ടി പോകും. പിന്നെ വീണ്ടും ബാലേന്ദ്രനെ കാണിക്കുന്നത്, ബാലേന്ദ്രൻ ഒരു പെട്രോൾ പമ്പിൽ വന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നുണ്ട്. എന്നിട്ട് ആ പെട്രോൾ പമ്പിൽ അയാളോട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ തട്ടി കയറി നോക്കിയിട്ട് അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് അലീനയാണ്. അലീന ഫോൺ വിളിക്കുന്നത് മനുവേട്ടൻ തിരക്കിലാണോ എന്ന് ചോദിക്കും. ഇല്ല, പറഞ്ഞോ എന്ന് പറയും. ഞാൻ നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ ഇവിടുന്ന് പോകൂട്ടാന്ന് പറയും. എന്താ ഇത്ര പെട്ടെന്ന് പറയും. പെട്ടെന്നല്ല, പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ മുഖത്ത് പോലും മേഡം നോക്കണില്ല, പിള്ളേർ പോലും ഇപ്പം അകന്ന പോലെയായി, മിണ്ടുന്നില്ല, അവരോട് പോലും മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ആരും എൻ്റെ മുഖത്ത് പോലും നോക്കണില്ല. അതുകൊണ്ട് എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല മനേട്ടാ. ഞാൻ ഒരുപാട് എന്നെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ രോഹിത് ചെയ്ത തെണ്ടിത്തരം പറഞ്ഞു കൊടുത്തു, അതിപ്പോൾ എൻ്റെ കുറ്റമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെയാണ്, ചിലവരങ്ങനെയാണ്, അവരെ തിരുത്താൻ പറ്റില്ല, അവരുടെ മുന്നിൽ അവർ മാത്രം ദാനശീലമാവും, മറ്റുള്ളവരങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ടാണ് അവരിനി തിരുത്തിയിട്ട് കാര്യമില്ല. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായാലും നീ ഇത്ര പെട്ടെന്ന് പോകുമ്പോൾ സാരില്ല, നീ ഇപ്പോൾ എവിടേക്കാണ് പോകാമെന്ന് ചോദിക്കും. ഞാൻ തൽക്കാലം മാമച്ചായൻ്റെ ഇങ്ങനെ പോണത്, എന്തായാലും എറണാകുളത്താണല്ലോ ഞാൻ, അവിടെ വന്നിട്ട് വേറെ ഏതെങ്കിലും ജോലി നോക്കിക്കോളാമെന്ന് പറയും. അതാ നല്ലത്, ഇങ്ങനെ നിൽക്കണേക്കാളും ഭേദം എന്തായാലും നീ എവിടേക്ക് പോകണ്ടെങ്കിലും എന്നെ കണ്ടിട്ടേ പോവാവൂട്ടാന്ന് പറയും. ശരി മനേട്ടാ, അങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ പോണേക്കാളും മുന്നേറ്റ് വിളിക്കാമെന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. പിന്നെ വീണ്ടും കാണിക്കുന്നത് മാമച്ചായൻ്റെ വീടിന് അവരിങ്ങനെ ഹാളിലിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഷെറിൻ്റെ കഥകളൊക്കെ പറയുന്നു. അപ്പോൾ ഷെറിൻ പ്രസവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ മുന്നാണോ പ്രസവിച്ചതെന്ന് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ, അല്ല നിങ്ങൾക്ക് വല്ല ബുദ്ധി ഉദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അതെന്താ അങ്ങനെ എന്ന് പറയും. കല്യാണത്തിന് ശേഷമാണ് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആൻസി ചേച്ചി അറിഞ്ഞാനെ, 2 വർഷമായിട്ടുള്ളല്ലോ വന്നിട്ട്, അതിന് മുന്നേ പ്രസവിച്ച കാര്യം കുഞ്ഞിൻ്റെ കാര്യം ഒന്നും ആ ചേച്ചി പറയുന്നില്ല. അതുകൊണ്ട് ആ ചേച്ചിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് വേണം കണക്കാക്കാൻ. നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും. കല്യാണത്തിന് മുന്നേ പ്രസവിച്ചിട്ടുണ്ട്, എന്തായാലും കുവൈറ്റിൽ വെച്ച് പ്രസവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പ്രസവിച്ചപ്പോൾ തന്നെ 1 വർഷം ജീവിച്ചിട്ടുള്ളൂ, അതിനുള്ളിൽ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസവിച്ച സമയത്ത് തന്നെ അമ്മനെയും കുഞ്ഞിനെയും ഒരു മനുഷ്യനെ ഉപേക്ഷിക്കുമോ? അതൊരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് ഗ്രേസ് അമ്മ പറയും. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറയും. ഈ ബന്ധം വേർപെടുത്തിയതും മാനസിക നില തെറ്റിയതെന്ന് പറയും. അതെ, കല്യാണത്തിന് മുന്നേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നാൻസി ചേച്ചിക്ക് അറിയുന്ന കാര്യങ്ങൾ കല്യാണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ്, കല്യാണത്തിന് മുന്നുള്ള കാര്യങ്ങൾ നാൻസി ചേച്ചിക്ക് അറിയില്ല. അതിനർത്ഥം ഷെറിൻ ചേച്ചി പ്രസവിച്ചിട്ടുമുണ്ട്, ആ കുഞ്ഞിനെ അവർ നോക്കിക്കോളാമെന്നെങ്ങാനും വാക്ക് കൊടുത്തിട്ട് കല്യാണത്തിന് സമ്മതിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടുള്ള 1 വർഷം അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ ജീവിച്ചു എന്ന് പറയുന്നത്. നാട്ടിലേക്ക് വന്നപ്പോഴാണ് കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞിട്ടുള്ളത്. കുഞ്ഞ് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ എന്ന് പറയും.
ആ അത് സത്യമായിരിക്കുന്നതേ. താങ്കളൊരു കാര്യം പറയട്ടെ, ഈ കല്യാണത്തിന് മുന്നേണ് ഷെറിൻ ചേച്ചി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കുഞ്ഞായിരിക്കും? ആ ആരുടെ കുഞ്ഞെന്ന് മാമച്ചാൻ ചോദിക്കും. നല്ലോണം ആലോചിക്ക്. അയ്യോ എൻ്റെ ജോമോൻ്റെ കുഞ്ഞോന്ന് ചോദിക്കും. ഞങ്ങളുടെ ജോമോൻ്റെ കുഞ്ഞോന്ന് ചോദിക്കും. ഞങ്ങളുടെ അല്ല നമ്മുടെ, ഞാനുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. ആ എന്നാ നമ്മുടെ എന്ന് പറയും. അതെ എന്ന് പറയും. എടി നീ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. എന്തായാലും ഒന്നിൽ നിന്ന് തുടങ്ങാം. എന്തായാലും ഇന്നത്തെ ഉറക്കം പോയില്ലേ, നിങ്ങളിവിടെ കുത്തിരുന്ന് ആലോചിക്കും. ഞാൻ പോണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രേവതിക്കുട്ടി അവരുടെ ഉറക്കം കളഞ്ഞ് നേരെ മുകളിലേക്ക് കയറിപ്പോവും. പിന്നെ വീണ്ടും ബാലചന്ദ്രനെ കാണിക്കുന്നത്, ബാലചന്ദ്രൻ ദേഷ്യത്തോടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണേ. ആ സമയത്ത് വൈജ വീണ്ടും വിളിക്കുന്നുണ്ട്. ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ഫോൺ എടുക്കാടി, അത് പക്ഷേ അവസാനത്തെ ഫോണായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നീട് അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വരേണ്ട ഒരാളല്ലായിരുന്നു മുത്തശ്ശി, ഞാനിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ കൃഷ്ണമോളും വന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി അമ്മനെ പറഞ്ഞ് മനസ്സിലാക്കണം, അലീന ചേച്ചി അല്ലാതെ മറ്റൊരു സെർവൻറ്റ് വേണ്ട, മറ്റൊരാൾ ശരിയാവില്ല എന്ന് മുത്തശ്ശി നിർബന്ധമായിട്ടും പറയണം എന്ന് പറയുമ്പോൾ, ഞാൻ എന്ത് പറയാനും മോളെ, ഞാൻ പറഞ്ഞ അനുസരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ മുത്തശ്ശി പറയണം വേറെ ആരും വേണ്ട എന്നുള്ള കാര്യം. അതിനുശേഷം വീണ്ടും വൈജയന്തിയെ ചോദ്യം ചെയ്യുന്നുണ്ട് 2 പെൺകുട്ടികളും കൂടിയിട്ട്. അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. പറയും ഇവിടെ പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരുടെ സ്വഭാവങ്ങളൊക്കെ ഇപ്പോഴല്ലേ പുറത്ത് അറിയണേ എന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ സത്യത്തിൽ രോഹിത്തിനെ കുറിച്ചായിരുന്നു. പക്ഷേ വൈജയന്തി ഇങ്ങനെ ആകെ ഞെട്ടാണ്. കാരണം തന്നെ കുറിച്ചാണോ തൻ്റെ മക്കളിങ്ങനെ പറയണേന്നുള്ളൊരു ചിന്തയോടെ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചിട്ടാണ് പ്രേമവും കൂടി അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.